ശംഖുമുഖം, അഞ്ചുതെങ്ങ് സമുദ്രമേഖലകളിൽ വൻതോതിൽ ജൈവവൈവിധ്യം രൂപപ്പെട്ടിട്ടുണ്ടെന്ന് പഠനം. കേരള സർവകലാശാലയാണ് പഠനം നടത്തിയത്. സർവകലാശാല അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിന്റെ മറൈൻ മോണിറ്ററിംഗ് ലാബാണ് ഗവേഷണത്തിനു പിന്നിൽ. ശംഖുമുഖം, അഞ്ചുതെങ്ങ് സമുദ്രതീരത്തോട് ചേർന്നുള്ള കപ്പൽ ഛേദങ്ങൾ കേന്ദ്രീകരിച്ചാണ് പഠനം നടന്നത്. ഇവിടങ്ങളിൽ നിന്ന് 212 ഇനം സമുദ്രജീവികളെ ഗവേഷകർ തിരിച്ചറിഞ്ഞു. സമുദ്രോപരിതലത്തിൽ നിന്ന് 40 മുതൽ 100 മീറ്റർ ആഴത്തിൽ വരെയാണ് പര്യവേഷണം നടന്നത്. യൂറോപ്യൻ യൂണിയന്റെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന ഇക്കോ മറൈൻ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഗവേഷണം. ഗവേഷണത്തിന് കേരള സർവകലാശാലയുടെ പിന്തുണയുണ്ട്. ഇക്കോ മറൈൻ പ്രൊജക്ടിന്റെ പ്രൊജക്ട് ലീഡർ പ്രൊഫസർ എ ബിജുകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഗവേഷണം. സാധാരണയായി പവിഴപ്പുറ്റുകളുമായി ബന്ധപ്പെട്ട് മാത്രം കാണപ്പെടുന്ന ജീവികളും കപ്പൽ ഛേദങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ട പാരുകളിലും സമീപത്തെ പാറപ്പാരുകളിലും ഗവേഷകർ കണ്ടെത്തി. വാണിജ്യപരമായി വിലപിടിപ്പുള്ള പല മത്സ്യങ്ങളും ഈ മേഖലകളിലെ കപ്പൽ പാരുകളിലും പാറപ്പാരുകളിലുമായി അധിവസിക്കുന്നുണ്ട്. 1752 അഞ്ചുതെങ്ങിൽ ഡച്ച് കപ്പൽ മുങ്ങിയത്. ഈ കപ്പലിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ 1968 ശംഖുമുഖം തീരത്ത് മുങ്ങിയ ഗ്രീക്ക് കപ്പലിൽ ആദ്യമായി ഫോട്ടോ ഡോക്യുമെന്റേഷൻ നടന്നത് ഈ ഗവേഷണത്തിന്റെ ഭാഗമായാണ് എന്നതും പ്രത്യേകതയാണ്. ശംഖുമുഖത്തെ അപേക്ഷിച്ച് അഞ്ചുതെങ്ങിൽ മുങ്ങിയ ഡച്ച് കപ്പലിലാണ് കൂടുതൽ സമുദ്രവൈവിധ്യം നിരീക്ഷിക്കപ്പെട്ടത്. ഈ കപ്പൽ മുങ്ങിയിട്ട് 250 വർഷം കഴിഞ്ഞു എന്നതുതന്നെയാണ് ഈ സമുദ്രജീവി വൈവിധ്യത്തിന് കാരണം. 184 ഇനം സമുദ്രജീവികളെയാണ് ഇവിടെ തിരിച്ചറിഞ്ഞത്. ശംഖുമുഖത്ത് 124 ഇനങ്ങളെയും തിരിച്ചറിഞ്ഞു. ഈ 2 കപ്പൽ ഛേദങ്ങളും ഉൾപ്പെടുന്ന തിരുവനന്തപുരം തീരത്ത് അപൂർവമായി മാത്രം കാണപ്പെടുന്ന സമുദ്രജീവികളെ ഗവേഷകർ കണ്ടെത്തിയിട്ടുമുണ്ട്. മുള്ളൻ, കടൽക്കുതിര, ഓറഞ്ച് കപ്പ് പവിഴജീവി, സ്ക്വാറ്റ്, ലോബ്സ്റ്റർ, ഒട്ടകച്ചെമ്മീൻ, റെഡ് വൈറ്റ് ക്ലീനർ ചെമ്മീൻ തുടങ്ങിയ സമുദ്രജീവികളെ കേരളത്തിൽ ആദ്യമായാണ് രേഖപ്പെടുത്തുന്നത്. ഇതുപോലെ കേരള തീരത്ത് ആദ്യമായി ക്ലാത്തി എന്ന് വിളിക്കപ്പെടുന്ന റെഡ് ട്രൂത്ത്, ട്രിഗർ ഫിഷ്, ഒട്ടോണസ് നൈഗർ മത്സ്യങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കപ്പൽ ഛേദങ്ങൾ വാണിജ്യപരമായി വിലപിടിപ്പുള്ള നിരവധി സമുദ്രജീവികളുടെ സങ്കേതമായി മാറി. ഇതുമാത്രമല്ല, ഇവിടെ പ്രജനനം നടത്തി പുറത്തേക്ക് വരുന്ന അടുത്ത തലമുറ ജീവികൾ കപ്പൽ ഛേദങ്ങളുടെ സമീപത്തെ പാറക്കെട്ടുകളും ആവാസ കേന്ദ്രമാക്കുന്നുവെന്നും അതുവഴി സമുദ്രതീരത്ത് കൂടുതൽ വൈവിധ്യം ഉണ്ടാക്കുന്നുവെന്നും ഗവേഷണത്തിൽ കണ്ടെത്തി. അതേസമയം കേരള തീരത്ത് അധിനിവേശ പവിഴജീവിയായ കരിജോവ റൈസയുടെ സാന്നിധ്യം വലിയ തോതിലുണ്ടെന്ന് തെളിഞ്ഞു. ഇത് പ്രാദേശിക സമുദ്ര ആവാസ വ്യവസ്ഥയിലും ജൈവ വൈവിധ്യത്തിലും ചെലുത്താനിടയുള്ള ആഘാതത്തെപ്പറ്റി തുടർ ഗവേഷണങ്ങൾ വേണമെന്ന് ഗവേഷക സംഘം പറയുന്നു. വൈവിധ്യമാർന്ന ഈ മേഖലകൾ കൂടുതൽ സംരക്ഷിക്കുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് സഹായകമാകും. ഇവർക്ക് മത്സ്യസമ്പത്ത് വിളവെടുക്കാനുള്ള കമ്മ്യൂണിറ്റി റിസർവായി ഈ മേഖലകളെ സംരക്ഷിക്കണമെന്നും ഗവേഷകർ പറയുന്നു.